ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ അനിയും നന്ദനെ കാണിച്ചു കേട്ടോ. അനിയും നന്ദും കൂടെ കൂടിയിട്ട് ബൈക്കിൽ വന്നോണ്ടിരിക്കായിരുന്നു. പെട്ടെന്നാണ് റോങ് സൈഡിൽ ഒരു കാർ വന്നിട്ട് അവരെ ഇടിച്ചിടുന്നത്. പെട്ടെന്ന് താഴെ നിന്ന് നന്ദു ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി കാറിലേക്ക് ചെന്നിട്ട് കഥക് തുറക്കെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയത്ത് തന്നെ അനി അവിടെ എണീക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഥക് തുറക്കാനില്ലേ പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും അവിടെ ഡോർ തുറന്ന് ഇറങ്ങി വരുന്നത് അനാമികയാണ് കേട്ടോ. ഓഹോ, പെണ്ണായിരുന്നോ? നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണൊന്നുമില്ലേ? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തീർന്നതിനെ റോങ് സൈഡിൽ കയറ്റിയാണ് വണ്ടി ഓടിക്കുന്നത്. നിനക്കൊക്കെ ആര് ലൈസൻസ് തന്നത്? പെണ്ണായിട്ട് അങ്ങ് ഇറങ്ങിക്കോളും, ബാക്കിയുള്ളവരെ പറയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദു കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അനാമികയെ കാണുന്നത്. അയ്യോ നന്ദു ഒന്നും മിണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട്. നീ ഉണ്ടായിട്ട് അവിടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അനാമികനെ നന്ദു വഴക്ക് പറയണം. അപ്പോഴേക്കും നന്ദു പറയാണ്, എന്താടാ നീ നിനക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുമ്പം നന്ദു ഒന്നും പറയില്ലേ, ഇതാ അനാമിക എന്ന് പറയുമ്പോ, ഓ ഇതാണോ അനാമിക, ഇവളല്ലേ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? നിന്റെ പേരും നമ്പറും സ്ഥലമൊക്കെ ചോദിച്ചാൽ നീ എന്തിനാ ഇത്ര ചുറ്റിക്കുന്നത്? മര്യാദ പറഞ്ഞ നിനക്ക് അറിയില്ലല്ലേ, ഞങ്ങളുടെ ചുറ്റിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ അനാമിക, അയ്യോ സോറി ബ്രോ, നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? ഹലോ ബ്രോ എന്ന് നീ ഒന്നും വിളിക്കണമെന്ന് പറയുമ്പം, അതെന്താ ബ്രോ അങ്ങനെ പറഞ്ഞത്? നിങ്ങള് ഗാന്ധിജി താത്ത എല്ലാവർക്കും ഗാന്ധിജി തന്നെയല്ലേ, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളും എല്ലാവർക്കും നിങ്ങളൊരു ബ്രോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ കൂടുതൽ നീ എന്നെ വലിപ്പിക്കാണ് നിൽക്കണ്ടായിട്ടോ എന്ന് നന്ദു പറയുന്നു കേട്ടോ. അപ്പോഴേക്കും അനി പറയാണ്, വഴക്കുണ്ടാക്കല്ലേ, എന്താ അനാമിക എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഞാൻ ടൗൺ വരെ പോയായിരുന്നു, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, നിന്നെ അങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് പോകാൻ നോത്താണോ? ഓ അതിനാണോ, ഞാൻ എന്താ ഇപ്പൊ തന്നെ റെഡി. അപ്പോഴേക്കും നന്ദു അവന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട്, നീ എന്താടാ പറഞ്ഞത്? നീ പോവാണെന്നോ? എന്നെ ഇവിടം വരെ കൊണ്ടുവിട്ടിട്ട് വഴിയിൽ ഇരിക്കട്ട് നീ പോവാണോ? അപ്പോഴേക്കും അനി പറയാണ്, ഇതുപോലെ ചാൻസ് ഇനി ഒരിക്കലും കിട്ടില്ല. അവൾ എന്നെ തപ്പി വന്ന ദയവ് ചെയ്ത് ഞാൻ അവളുടെ കൂടെ ഒന്ന് പോക്കട്ടെ, എന്റെ പൊന്നല്ലേ, ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യ ബ്രോ പ്ലീസ് എന്ന് പറയണം. പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, നീ മര്യാദയ്ക്ക് എന്നെ കൊണ്ട് പോകാൻ നോക്ക്, അനാമികയെ പറഞ്ഞു കിട്ടി എന്ന് പറയുമ്പോഴേക്കും, ബ്രോ പ്ലീസ് ഈ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല, കഷ്ടം കിട്ടും എന്നൊക്കെ പറയണം. നീ എന്നോടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പോയിക്ക് എന്ന് പറയണം. അപ്പോഴേക്കും ശരി ബ്രോ ഞാൻ പോവാണ്. അനി പോവല്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ അവിടെ ബൈക്ക് ഏൽപ്പിച്ചിട്ട് അനിയാണെങ്കിൽ അവളുടെ കൂടെ പോവാണ് കേട്ടോ. ഇത് കാണുന്ന നന്ദുവിന് ഭയങ്കര പൊസസീവ്നെസ്സും അതുപോലെ തന്നെ സങ്കടമൊക്കെ വരുന്നുണ്ട്. ആ ബൈക്കിനോട്ട് ചവിട്ടിയിട്ട്, നീ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയാണ് കേട്ടോ നന്ദു. നന്ദു അങ്ങനെ അവർ സീൻ കാണിക്കാണ്. അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് പോയതിനു ശേഷം ആദർശ് എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പവിത്രയൊക്കെ ആണെപ്പോലും ഇങ്ങനെ പുറത്തു നിന്നിട്ട് ആ ദേഷ്യം കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നയന വന്നിട്ട് പവിത്രയുടെ ദേഹത്തേക്ക് കൈവെക്കുമ്പോൾ പവിത്ര ഞെട്ടിപ്പോവാണ്. എന്താ പവിത്ര, എന്തിനാണ് ഞെട്ടുന്നേ? എന്താ കാര്യം? എന്താ ഇവിടെ എല്ലാവരും നിൽക്കുന്നത്? പേടിച്ചു വരച്ച് നിൽക്കാനല്ലോ. മേഡം അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അകത്തിട്ട് സാറ് പൊരിച്ചോണ്ടിരിക്കുക. സാറ് നല്ല ദേഷ്യത്തിലാ. ഇപ്പോഴങ്ങനെ അങ്ങോട്ട് ചെന്നാ തീർന്നു, ഞങ്ങളത് കേട്ട് നിൽക്കാറെന്ന് പറയുമ്പോഴേക്കും നയനെ പറയാണ്, സാറിനെ മയക്കാനുള്ള പരിപാടി ഞാൻ കാണിച്ചുതരാം. അകത്തേക്ക് പോയിട്ടേ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. മേഡം അറിഞ്ഞുകൊണ്ട് സിംഹക്കോട്ടിലേക്ക് ആട്ടുംകുട്ടി പറഞ്ഞിട്ടാണോ മേഡം? ഞാൻ പോവില്ല. എടോ താൻ പറഞ്ഞു ചെയ്യ്, താൻ പോയിന്ന് പറഞ്ഞു നോക്ക്. നയന വന്നിട്ടുണ്ടെന്ന് പറ. സാറിന്റെ ദേഷ്യമെല്ലാം ഉരുകിയില്ലാതെ കാണാം, മഞ്ഞുമല ഒരുക്കുന്ന പോലെ എന്നൊക്കെ പറയാണ്. മേഡം എന്നെ മനപ്പുറം കൊലക്കെടുക്കാനല്ലേ, താൻ പറഞ്ഞു ചെയ്യടോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അകത്തേക്ക് പോയിട്ട് എന്താ കാര്യം ആദർശ് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ പവിത്ര പറയാണ്, സാർ ശ്രേയ വന്നിട്ടുണ്ട്. എന്ത് ശ്രേയോ? അയ്യോ സോറി സാർ, നയന മേഡം വന്നിട്ടുണ്ട്. കയറി വരാൻ പറ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പവിത്ര താഴെ ചെന്നിട്ട് മേഡം കയറി വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പവിത്ര അങ്ങ് പോവാണ്. ഈ സമയത്തേനെ നയന അകത്തേക്ക് ചെന്നിട്ട്, എന്താ സാർ വലിയ ദേഷ്യത്തിലാണല്ലോ എല്ലാരും? ആദർശ് പറയാണ്, വന്ന കാര്യം പറഞ്ഞിട്ട് വിട്ടു പോവാൻ നോക്ക്. അതെ ഞാൻ നിനക്ക് ഫുഡും കൊണ്ട് വന്നതാ, ഇതാ ഫുഡ്. എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട, ഞാനേ ഇപ്പൊ ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് കുറച്ച് ക്ലയൻസിനെ കാണാറുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, അവരൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, അവർ വരുമ്പോഴത്തേക്കും ഈ ഫുഡ് കഴിക്ക്, വിശന്നാലേ നിങ്ങളല്ലാതാവും. അപ്പോഴേക്കും ആദർശ് കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് വെച്ചിട്ട് പോവാൻ നോക്ക്. അപ്പോഴേക്കും നയനെ പറയണ, ഇല്ലില്ല മുത്തശ്ശനോട് പറഞ്ഞിട്ടതാ, റാസ്കൽ ബിസിനസ് ശ്രദ്ധിക്കുന്ന പോലെ ഫുഡിൽ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് അവനെ കഴിപ്പിച്ചിട്ടേ വരാവുള്ളെന്ന്. അപ്പോഴേക്കും നയനൊന്ന് രൂക്ഷമായിട്ട് അവൻ നോക്കുമ്പോ, അയ്യോ ഞാൻ പറഞ്ഞല്ല, ഇത് മുത്തശ്ശൻ പറഞ്ഞതാന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയണ, അതൊക്കെ എനിക്ക് മനസ്സിലായി, മര്യാദയ്ക്ക് നീ എടുത്തോണ്ട് പോ എന്ന് പറയാണ് കേട്ടോ. ഇല്ല നിങ്ങൾ കഴിച്ചിട്ടേ പോവുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂരി മസാലയും ദോശയും ചമ്മന്തിയും ഇഡ്ഡലി എല്ലാം ഞാൻ ഉണ്ടാക്കി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. ആദർശ് പറയണം, മതി പ്രസംഗിച്ചത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കെന്ന് പറയുമ്പോ, ഹലോ മുത്തശ്ശ പറഞ്ഞ പേരില്ല ഞാൻ കൊണ്ടുവന്നത്, അല്ലാതെ നിങ്ങൾക്ക് വന്ന് വാരി തന്നതൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയനെ പോകാൻ തുടങ്ങാണ്. എന്നിട്ട് നയനെ പറഞ്ഞ, അതേ മറക്കാതെ ക്യാരിയർ കൊണ്ടുവരണം. ഓ നിനക്കൊക്കെ പിന്നെ എന്താ വീട്ടിലെ ജോലി എന്നൊക്കെ ഇങ്ങനെ ആദർശ് എന്തോ പറഞ്ഞപ്പോ അങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയന, എനിക്കെന്താ വീട്ടിൽ ജോലിന്നോ? എന്താന്ന് പറയട്ടെ. രാവിലെ എഴുന്നേറ്റ് മുറ്റം മടിച്ച്
ചായ വെച്ച് അത് പലർക്കും പല രീതിക്ക് കൊണ്ടു കൊടുത്ത് മുറ്റത്ത് കോലം വരച്ച് പൂജാമുറിയിൽ കയറി പൂജ ചെയ്ത് അതിനുശേഷം വീടെല്ലാം വൃത്തിയാക്കി മുറ്റമെല്ലാം വൃത്തിയാക്കി എല്ലാ തുണികളെല്ലാം അലക്കി അതെല്ലാം വിരിച്ച് അതെല്ലാം തേച്ച് മടക്കി വെച്ച് അതിനുശേഷം വരുന്ന കൊറിയർ പാല് പത്രം എല്ലാം മേടിച്ച് വെച്ച് ഗ്യാസ് സഹിതം മേടിച്ച് വെച്ച് രാവിലെ കാപ്പിക്ക് ദോശ ഇഡ്ഡലി ഉപ്പുമാവ് അങ്ങനെ പല വിഭവം ഉണ്ടാക്കി അതിനെല്ലാം ഓരോരോ കറികൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് അതിനുശേഷം അവർ പാത്രം കഴുകി അതിനുശേഷം പോയിട്ട് ഉച്ചക്കുള്ള കറികൾക്കുള്ളതെല്ലാം അരിഞ്ഞ് പറക്കി തേങ്ങ എല്ലാം ചിരണ്ടി അരച്ച് കുറെ രസം സാമ്പാർ മോര് തൈര് പിന്നെ നോൺ വെജ് ഐറ്റംസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി നിരത്തി വെച്ച് എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പാത്രമെല്ലാം പറക്കിക്കൊണ്ടൊന്ന് കഴിച്ച് ആ ടേബിളെല്ലാം വൃത്തിയാക്കി അതിനുശേഷം തറയെല്ലാം തുടച്ച് വീടുകളെല്ലാം വീണ്ടും വൃത്തിയാക്കിയിട്ട് തുണികളെല്ലാം മടക്കി അതാത് സ്ഥലത്ത് വെച്ച് പിന്നീട് വൈകുന്നേരം വീണ്ടും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി സന്ധ്യാപൂജ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനിടയ്ക്ക് ഗ്യാസ് വണ്ടി വന്ന് അത് നോക്കണം, മറ്റുള്ള വീട്ടിലുള്ള വഴക്കും ബഹളങ്ങളും എല്ലാം സഹിക്കണം. ഇതെല്ലാം കേൾക്കുന്ന എന്നോടാണോ നിങ്ങൾ എന്താ ജോലി എന്ന് ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ആദർശ് വായം വിളിച്ച് നിൽക്കുകയാണെന്ന് കേട്ടോ. ഇനി മേലാൽ ഒരു പെണ്ണിനോടും നിങ്ങൾ അവരുടെ വീട്ടിൽ എന്താ ജോലി എന്ന് ചോദിച്ചു പോയേക്കരുത് എന്ന് നയന ആദർശനോട് പറയുമ്പോൾ എന്റെ പൊന്നെ സോറി ഞാൻ അറിയാതെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ നയന ഓക്കെ കാരിയർ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് ആദർശം മനസ്സിലാക്കുന്നത് ഈശ്വര ഇവളങ്ങാണം പോയി മുത്തച്ഛനോട് പറഞ്ഞാല് ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പോയില്ലേ, എന്തായാലും അവിടെ പുറകെ പോയേക്കാന്നും പറഞ്ഞിട്ട് ആദർശം ഓടിപ്പോയിട്ട് നയന നയന എന്ന് വിളിക്കുകയാണ്. നയന എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ നീ ഇപ്പൊ പോകണ്ട, നീ വന്ന് എനിക്ക് വിളമ്പിത്താ എന്ന് പറയുമ്പോഴേക്കും ഞാൻ വന്ന് വിളമ്പി തരണോ, അതെ നീ വന്നൊന്ന് വിളമ്പി തന്നാൽ നന്നായിരിക്കുമെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നന്ദുവിനെയും കൂട്ടിയിട്ട് അനാമിക പോയത് സോറി അനിയെയും കൂട്ടിയിട്ട് അനാമിക പോയത് അനാമികയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം അനി ചോദിക്കുകയാണ് ഇത് ആരുടെ വീടാ, ഇത് എന്റെ വീടാ, വാ നമ്മളിതുവരെ എന്റെ വീട്ടുകാരെ പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനാമിക അനിയെയും കൂട്ടിയിട്ട് അവളുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ടോ. അച്ഛൻ പറയണ ആഹാ ഇതാണോ നീ പറഞ്ഞ കവി, അപ്പോഴേക്കും അനിക്കങ്ങ് ചമ്മലാവാണ് കേട്ടോ. അതേം അച്ഛ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കവി. അപ്പോഴേക്കും അമ്മ പറയാണ് ദേ ഇവളുണ്ടല്ലോ നിങ്ങളുടെ വലിയ ഫാൻസാ, നിങ്ങളുടെ ഏത് കവിതയാണെങ്കിലും ഇവള് മുടങ്ങാതിരുന്ന് വായിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ ഒരു കവിത ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളെ റൂമിലത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കാന്ന് പറയുമ്പോഴേക്കും എന്റെ കവിതയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനാമിക ബാ നമുക്ക് റൂമൊക്കെ കാണാമെന്നും പറഞ്ഞിട്ട് അവളുടെ അച്ഛനമ്മയ്ക്ക് നല്ല ജോലിയാണ് കേട്ടോ. അപ്പൊ അവരുടെ തൊഴിലൊക്കെ കൈയിട്ട് ഇതാണ് എന്റെ സ്വീറ്റ് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെല്ലാണ്. അവിടെ ഒരു ലവിന്റെ ഒരു ക്ലോക്ക് പോലത്തെ സാധനത്തില് അവൾ അവന്റെ ഫോട്ടോ വെച്ചിരുന്നത് പെട്ടെന്ന് അനാമികടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഇവിടെ ഇത് കവിതയൊക്കെ അവളുടെ ഫ്രെയിം ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടില്ലേ, എന്റെ റൂമൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, താനിനി ഇത്രയധികം ആരാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇത്ര ഒരു ആരാധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ അവൻ അനിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന അനാമിക്കും ഒരു സന്തോഷമാകുന്നുണ്ട്. ശരിക്കും അനാമികയുടെ മനസ്സിൽ അനിയോട് ഭയങ്കര പ്രണയമാണ് കേട്ടോ. അത് എങ്ങനെയും ഒന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അനാമിക കാണിച്ചു കൂട്ടുന്നത്. ഈ സമയത്ത് നന്ദുവിടെ ആകെപ്പാടെ വിഷമിച്ച് വഴി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള എപ്പിസോഡ്. അപ്പൊ ഇതിന്റെ എപ്പിസോഡിന്റെ എപ്പിസോഡ് വന്ന ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റിവ്യൂ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.